ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന മൂവിയിലെ ഒരു സൂപ്പർ ഫൈറ്റ് സീൻ ബ്ലാസ്റ്റ്. അതുപോലെ ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുഭാഷ് കെ രാജ്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ കഥ. പുതിയ ഒരു ഡയറക്ടറാണ്. അതുപോലെ അർജുൻ സർജ, പിന്നെ അഭിരാമി, പ്രീതി മുകുന്ദൻ, ഈ 3 പേരാണ് ലീഡ് മെയിൻ ക്യാരക്ടേഴ്സ് ഈ ചിത്രത്തിൽ. ഫുൾ ഫൈറ്റ് സീൻ അല്ലെങ്കിൽ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ചിത്രം വികസിക്കുന്നത്. കഥ തന്നെ പോകുന്നത് അല്ലേ, ഇവർ 3 പേരടങ്ങുന്ന ഒരു ഫാമിലി. അതിൻ്റെ ഒരു ഇൻട്രോ സീൻ എന്ന് പറയാകില്ല, അതിലൊരു ഫൈറ്റ് സീൻ, ഒരു സൂപ്പർ ഫൈറ്റ് സീനാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. அம்மா எனக்கு புரியுது, ஆனா இது சுந்தரத்தோட ஆளுங்க. இதுவே வேற யாராவது இருந்தாங்கன்னு வச்சுக்கீங்களேன், நான் உங்களுக்காக பேசி சரி பண்ணிடுவேன். எப்படியோ பத்திரத்தை கொடுத்துட்டா பிரச்சனை பண்ண மாட்டேன்னு சொல்றாங்கல்ல, அது வரைக்கும் சந்தோஷம்னு கொடுத்துருக்கம்மா. அவனுக்கு ரொம்ப மோசமானவனுங்க. ഈ ചിത്രത്തിലെ ഫസ്റ്റ് ഫൈറ്റ് സീനാണ് കാണാൻ പോകുന്നത്. அது தெரியாம இந்த கிழவி என்ன போய் பஞ்சாயத்து கூப்பிட்டு பாரு. അവരുടെ ഫോണിൽ എന്തിതായിട്ട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തപ്പോൾ കളഞ്ഞു. അവളെ കാണിക്കുമ്പം ഒരു സീന് അല്ല, ആ ബീജിയം ഞാനാ. മാസ് സീൻ എന്ന് പറയുന്നത് മാസ് സീൻ, ഗൂസ് ബൂംസ് വരും, അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. വായിച്ച ഒരു രക്ഷയില്ല. ഓ ആ കിടിലം പഞ്ച്, ആക്ഷൻ, ഓരോ ആക്ഷൻ ആണെങ്കിലും ആ ഒരു പെർഫെക്ഷൻ, അല്ലെങ്കിൽ ഒരു കരാട്ടെ പഠിച്ച് ചെയ്യുന്ന ആ ഒരു ഇത് കിട്ടുന്നുണ്ട്.
ഓ എത്ര എണ്ണത്തിന് അടിച്ച് തൂക്കിയിട്ടിരിക്കുന്നു. ഫൈറ്റ് എപ്പടി അതെല്ലാം കീറിക്കളഞ്ഞു. ഓ தெரியாது. ഓ മാസ് സീൻ എന്ന് വെച്ചാൽ മരണ മാസ് സീൻ. ഈ ബ്ലാസ്റ്റ് എന്ന മൂവിയിലെ ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ് സീൻ എന്ന് ഇതിലെ കേന്ദ്ര കഥാപാത്രം അർജുനാണ് അവതരിപ്പിക്കുന്നത്. അവരുടെ അർജുൻ പിന്നെ അഭിരാമി ഇവരുടെ മകളായിട്ടാണ് പ്രീതി ചിത്രത്തിൽ വേഷപ്പെടുന്നത്. അവരുമായിട്ടുള്ള ഫസ്റ്റ് ഫൈറ്റ് സീനാണ് ഈ ചിത്രത്തിലെ ഫസ്റ്റ് ഫൈറ്റ് സീനാണ്. എന്തായാലും സൂപ്പർ ഫൈറ്റ് സീന്, ഒരു രക്ഷയില്ല. ഇതിലെ ഓരോ ഫൈറ്റ് സീനും അങ്ങനെയാണ് എടുത്തു വച്ചിരിക്കുന്നത് സംഭവം. ചിത്രം അല്ലേ എന്താ നമ്മൾ കണ്ടപ്പോൾ തന്നെ തിയേറ്ററൊക്കെ ഇരുന്ന് കുരുങ്ങി. അമ്മാതിരി സംഭവങ്ങളായിരുന്നു ഓരോ ഫൈറ്റ് സീനും. ഇതിൽ തന്നെ ഒരു ഇതിൽ വരുന്നുണ്ടല്ലോ, നിന്നെ ആടാ അടിച്ചതെന്ന് വയ്ക്കുമ്പോൾ ഒന്ന് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരുത്തൻ നിൽക്കും. അപ്പം ഞാനാന്ന് ചോദിക്കും. അപ്പം ഞാനല്ല ബാക്കിലൊന്ന്. അത് വല്ലാത്ത സീൻ തന്നെ. എന്തായാലും കിട്ടില്ല സംഭവം തന്നെ എടുത്തു വെച്ചിട്ടുള്ള ബ്ലാസ്റ്റ്. ഇതിൻ്റെ പിന്നെ ഇനിയുള്ള ഫൈറ്റ് സീനൊക്കെ അല്ലേ തീ പാറുന്ന ഫൈറ്റാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്.